Web attacks targeting users. Main item in web bugs, click jacking and drive-by download. 3 topics ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെബ് ബഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെബ് പേജ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. വെബ് പേജിൽ പല ടൈപ്പ് കണ്ടന്റ് ഉണ്ടാവും. ടെക്സ്റ്റ് ഉണ്ടാവും, ഗ്രാഫിക്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ കോഡ്, സ്ക്രിപ്റ്റ് ഇതൊക്കെ ഉണ്ടാവും. ഈ ഒരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ ഫയൽസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ വേറെ ഫയൽസിനെ അത് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയൽസും ഡൗൺലോഡ് ആവുന്നു, പ്രോസസ്ഡ് ആവുന്നു. അപ്പോൾ ഈ ഇൻവോക്കേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ റിമോട്ടായിട്ടൊരു ഫയൽ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടല്ല ഫെച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ റിക്വസ്റ്റിൻ്റെ കൂടെ ഈ റിക്വസ്റ്റ് ആരാണോ ആളുടെ IP, ആൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾ കണ്ടൻസ് കുക്കീസ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റിന് വേണ്ടി സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുക്കി ഉപയോഗിച്ചാണ് ശരിക്കും ബേസിക്കലി നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ വൺസ് നമ്മൾ സൈറ്റിൽ വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ നമ്മൾ നെക്സ്റ്റ് ടൈം വീണ്ടും അതേ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുക്കീസ് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ വെൽക്കം ബാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ വരാം. പക്ഷേ പ്രീവിയസ് വിസിറ്റിൽ നിന്നല്ല നമ്മുടെ ലാസ്റ്റ് വിസിറ്റിൽ നിന്ന് അവർ നമ്മളെപ്പറ്റി കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ഉപയോഗിച്ചായിരിക്കും ഈ കുക്കി നമുക്ക് ഡിസ്പ്ലേ മെസ്സേജസ് കിട്ടുക. ഇനി ചില അഡ്വർടൈസസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്ര വിസിറ്റേഴ്സ് കണ്ടു, അല്ലെങ്കിൽ കണ്ടവർ തന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതിൻ്റെയൊക്കെ കൗണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കൗണ്ട്സ് കിട്ടിയാലും ബാക്കി അവർക്ക് മുമ്പോട്ടേക്ക് പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന വെബ് ബഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കുക്കീസ് ആൻഡ് ആൻ ഇൻവിസിബിൾ മെസ്സേജ്. അപ്പോൾ വെബ് ബഗ് എന്ന് പറഞ്ഞാൽ ഒരു GAF ആണ്. 1x1 സൈസിലൊരു GAF അല്ലെങ്കിൽ ട്രാക്കിംഗ് ബഗ് എന്നും പറയും. ഇറ്റ്സ് എ ടൈനി ഇമേജ് ആസ് സ്മോൾ ആസ് 1 pixel by 1 pixel. അപ്പോൾ ഈ ഇമേജ് സ്മോൾ ആണ്, നമുക്ക് നോട്ടീസ് ചെയ്യപ്പെടാത്ത രീതിയിൽ നമ്മളുടെ വെബ് പേജിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണെങ്കിലും ഇമേജ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ലോഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെബ് ബഗ് ക്രിയേറ്റ് ചെയ്ത ആരാണോ, അപ്പോൾ ഏതെങ്കിലും അഡ്വർടൈസർ ആണെങ്കിൽ അവരെ നോട്ടിഫൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു യൂസർ ഈ ഇമേജ് അല്ലെങ്കിൽ ആഡ് വ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ എന്നുള്ളതാണ് ഈ വെബ് ബഗിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾസ് തന്നെ വരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഓൺലൈനായിട്ട് ഫ്ലവേഴ്സ് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു കൺസൾട്ട് ചെയ്യുന്ന ഫ്ലോറിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്ലോറിസ്റ്റിൻ്റെ വെബ് പേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്ലോറിസ്റ്റിൽ വൺസ് അയാൾ അവിടെ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ ആൾക്ക് വേണ്ട ഫ്ലവേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുടെ IP അഡ്രസ്സ് ഈ ഫ്ലോറിസ്റ്റിന് കിട്ടും. എന്നിട്ട് അവർ നെക്സ്റ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ IP ഉപയോഗിച്ച് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്ത് ആളുടെ ഡീറ്റെയിൽസ് അതിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അയാൾ വീണ്ടും അവിടെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെബ് ബഗിൻ്റെ പർപ്പസ് ഒരാളുടെ അടുത്ത് മാത്രമല്ല, ഒരു മർച്ചൻറ്റിൻ്റെ അടുത്ത് മാത്രമല്ല, മൾട്ടിപ്പിൾ മർച്ചൻറ്റിൻ്റെ അടുത്തുള്ള ട്രാക്കിങ് നടത്താൻ വേണ്ടി കൂടിയും വെബ് ബഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിസ്റ്റിന് വേണമെങ്കിൽ വെബ് ട്രാക്കിംഗ് സർവീസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നെയിമാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിക്സ് ആർ യൂസ്. അപ്പോൾ ഈ ഫ്ലോറിസ്റ്റ് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആളുടെ സൈറ്റിൽ കാണുന്ന ഒരു വെബ് ഇമേജ് ആണെന്ന് കരുതുക. അപ്പോൾ അതിൽ ആളൊരു വെബ് ബഗ് ബേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ചെറിയൊരു ഇമേജ് 1x1 സൈസുള്ള ഇമേജ്. അപ്പോൾ ഈ പേജ് നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആരാണോ ഈ പേജ് ലോഡ് ചെയ്തത് ആളുടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ആർ യൂസിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു കുക്കി ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഈ ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആളിൽ കളക്ട് ചെയ്യും. അവർ ഈ ട്രാക്കിംഗ് സർവീസുകാർ കളക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ എൻ്റർ ചെയ്ത യൂസർ ആരാണോ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ശ്രമിച്ച യൂസർ ആരാണോ ആളുടെ ഡീറ്റെയിൽസ് ഈ വെബ് ട്രാക്കിംഗ് സർവീസുകാർ കളക്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ കസ്റ്റമർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ IP, ഈ ഒരു പർട്ടിക്കുലർ IP നിന്നാണ് ഇവിടെ ആക്സസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ IP നിന്നാണ് ഈ ഫ്ലോറിസ്റ്റിനെ ആക്സസ് ചെയ്തതെന്നുള്ളത് ക്ലിക്ക് ആരോസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി ഈ പറഞ്ഞ IP ന്ന് ആക്സസ് ചെയ്ത ആൾ ഈ ഫ്ലോറിസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് നെക്സ്റ്റ് ഒരു ബേക്കറിയുടെ സൈറ്റിലേക്കാണ് പോകുന്നത് എന്ന് കരുതുക. അത് മാത്രമല്ല, ഈ ബേക്കറിയുടെ സൈറ്റുകാരും ഇതേ ട്രാക്കിംഗ് സർവീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ വെബ് ബഗ്സ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഈ ക്ലിക്ക് ആർയൂസ് അല്ല ഈ ട്രാക്കിംഗ് സർവീസുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെയുള്ള കുക്കി അവരുടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ IP നിന്നാണ് ഈ ഒരു സൈറ്റിലേക്ക് ആക്സസ് വന്നത് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബേക്കറി സൈറ്റിലേക്ക് ആക്സസ് വന്നേക്കുന്നത് ഇതേ IP തന്നെയാണ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരേ കസ്റ്റമർ തന്നെയാണ് ഈ രണ്ട് സൈഡിലും പോയിട്ടുള്ളതെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഡാറ്റാ പോയിന്റ്സ് കോറിലേറ്റ് ചെയ്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ ഫ്ലോറിസ്റ്റിനെയും ബേക്കറിയും ഇൻഫോം ചെയ്യാൻ പറ്റും. ദേ ഹാവ് കോമൺ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടെ വന്ന ആൾ തന്നെയാണ് ഇപ്പുറത്തും വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് മാർക്കറ്റിംഗ് അപ്രോച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലോറിസ്റ്റ് ഒന്നിൽ കൂടുതൽ ഫ്ലോറിസ്റ്റിലുണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഫ്ലോറിസ്റ്റ് Aയുടെ അടുത്ത് ഒരു കസ്റ്റമർ എത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് Bയുടെ സൈഡിൽ പോയി, നെക്സ്റ്റ് Cയുടെ സൈഡിൽ പോയി, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഫ്ലോറിസ്റ്റ് Aയുടെ കയ്യിൽ നിന്നാണ് കണ്ടൻസ് അല്ല എന്താണെന്ന് വെച്ചാൽ അയാൾ ആക്സസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അഡ്വർടൈസിങ് സർവീസുകാർക്ക് അല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് സർവീസുകാർക്ക് മറ്റേ രണ്ട് ഫോഴ്സിൽ, അതായത് Bയെയും Cയെയും ഇൻഫോം ചെയ്യാം. കാരണം അവരെക്കാളും ഈ കസ്റ്റമർ പ്രിഫർ ചെയ്തത് A എന്ന് പറഞ്ഞ ആളെയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും.
ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ, അതായത് ബേക്കറി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലോറിസ്റ്റിൻ്റെ അടുത്ത് ചെന്നതിൽ നിന്ന് ഈ ക്ലിക്കർ യൂസിന് ഇപ്പോൾ അവർക്കൊരു ഇൻഫ്ലുവൻസ് കിട്ടി. ഇപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ നെക്സ്റ്റ് ടൈം അവർ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പം, പേജുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പം അവർക്ക് ഗിഫ്റ്റാണ് വേണ്ടെങ്കിൽ ആ ഗിഫ്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള കറസ്പോണ്ടിങ് ആയുള്ള ടാർജറ്റഡായിട്ടുള്ള ആഡ്സിനെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ നടുക്ക് കാണിച്ചിരിക്കുന്നത്, ടാർജറ്റഡ് ആഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ഫ്ലോറിസ്റ്റിൻ്റെ അടുത്തുനിന്നും ബേക്കറിയുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ എല്ലാം മറ്റൻസീസ് ട്രാക്കിംഗ് സർവീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ അടുത്തുനിന്ന് ഈ ട്രാക്കിംഗ് സർവീസുകാർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്വർടൈസിങ്ങിൻ്റെ റവന്യൂ കിട്ടും. അപ്പോൾ ഈ വെബ്ബക്സ് ഇങ്ങനെ അഡ്വർടൈസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഇമെയിൽ വിത്ത് ഇമേജസ്. ഇനിയിപ്പം സ്പാം മെയിൽസ് ഒക്കെ അയക്കുന്ന സിറ്റുവേഷനിൽ അവർക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഇമെയിൽ അഡ്രസ്സുകൾ എല്ലായിടത്തേക്കും ആയിരിക്കും അയക്കുക. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ഇമെയിൽ അഡ്രസ്സുകളിൽ അവർ എല്ലായിടത്തേക്കും ഒന്നിച്ച് അയച്ചെങ്കിലും ഏതെല്ലാം കറൻ്റ് ആക്റ്റീവ് ആണെന്നുള്ള അവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വേണമെങ്കിലും ഇതുപോലെ വെബ്ബക്സ് യൂസ് ചെയ്യും. എന്നുവെച്ചാൽ ഈ അയച്ച മെയിലുകളിൽ ഏതെല്ലാം മെയിലുകൾ റെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മെയിലിൽ എംബഡഡ് ആയിട്ട് വെബ്ബക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പാം പറഞ്ഞ ഈ ഏതെല്ലാം മെയിൽ മെസ്സേജുകൾ ബ്രൗസേഴ്സിൽ ഓപ്പൺ ഉണ്ടായെന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും. ഇനിയിപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ മെയിൽസ് വേറെ കോമ്പറ്റീറ്റേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളവർ കിട്ടുന്നുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ വെബ്ബഗ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ പ്രാവശ്യം മെസ്സേജ് ഓപ്പൺ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള റെസിപ്പിൻ്റ് ആണോ അത് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർവേഡ് ആയിട്ടാണോ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണോ അത് ഓപ്പൺ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അൺഅനൗൺസ്ഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് പ്രൈവസിയുടെ ഒരു ബ്രീച്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈനി ആക്ഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ വെബ്ബഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസേഴ്സിൻ്റെ പേജ് ട്രാവൽസ് പാറ്റേൺസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പ്രൈവസി കോംപ്രമൈസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് ക്ലിക്ക് ജാക്കിംഗ്. ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യൂസറിനെ കൊണ്ട് ഒരു പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്ക് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് ആളറിയാണ്ടായിരിക്കണം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അല്ല ആൾ മനഃപൂർവ്വം അല്ലാണ്ട് അല്ലെങ്കിൽ ആളുടെ ഇൻറ്റൻഷനലി അല്ലാണ്ട് ആളിനെ കൊണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യിക്കാം. അപ്പോൾ നോർമലി അയാൾ എഗ്രി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും. എങ്കിൽ കൂടിയും ആളെ കൊണ്ട് ആ ഓപ്ഷനിൽ അല്ലെ യെസ് ഓർ നോയിൽ യെസ് ആണ് ക്ലിക്ക് ചെയ്യിക്കണമെങ്കിൽ ആ യെസ് ചെക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അറ്റാക്കർ ചൂസസ് ആൻ ആക്ഷൻ ടു വിച്ച് ദ യൂസർ വുഡ് ഓർഡിനറിലി നോട്ട് എഗ്രി. അപ്പോൾ ആൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എഗ്രി ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസിൻ്റെ കുറച്ച് കേസുകളാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഡു യു റിയലി വാണ്ട് ടു ഡിലീറ്റ് ഓൾ യുവർ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാ കോൺടാക്ട് ലിസ്റ്റും സ്പാം മെസ്സേജിന് അയച്ചു കൊടുക്കണോ, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണോ, പാസ്വേഡ് ഈ പർട്ടിക്കുലർ ടേം വേർഡ് യു ഡോണ്ട് നോ എന്ന രീതിയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യണോ. അപ്പോൾ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നോർമലി ആ യൂസർ ഓർഡിനറിലി എഗ്രി ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആളെ കൊണ്ട് യെസ് പറയിപ്പിക്കുക എന്നുള്ളതാണ് ക്ലിക്ക് ജാക്കിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അറ്റാക്കർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇമേജിൻ്റെ മുകളിൽ വേറൊരു ഇമേജ് പേസ്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡു യു വാണ്ട് ടു പെർഫോം ദിസ് ഡേഞ്ചറസ് ആക്ട്. ഇപ്പോൾ നമുക്ക് യെസും കാണാം നോയും കാണാം. അപ്പോൾ ഈ നോർമലി യൂസർ യെസിൽ ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ആക്ട് ചെയ്യേണ്ട എന്നായിരിക്കും നോർമലി എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആളെ കൊണ്ട് യെസിലേക്ക് ക്ലിക്ക് ചെയ്യിക്കുക. അതിന് വേണ്ടി അതിൻ്റെ മുകളിൽ വേറൊരു ഇമേജ് പ്ലേസ് ചെയ്യുന്നു. സോ ഫോർ എ പ്ലേസ് ക്ലിക്ക് ഹിയർ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നോർമലി യൂസർ അങ്ങോട്ടേക്ക് വന്നു ഇതിൽ പോയി ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പ്രോൺ ബോക്സ് എപ്പോഴും ഈ എസിൻ്റെ വട്ടത്തിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ മൗസ് എപ്പോഴും ഈ എസിൽ തന്നെ പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞ ബോക്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവിടെ ഉണ്ടെന്നുള്ളത് ആൾ അറിയാണ്ടായിരിക്കും ആളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ എസിൻ്റെ താഴെ തന്നെ മുകളിലായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പുതിയൊരു സെക്കൻഡ് ഇമേജ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് വിസിബിൾ ആയിരിക്കും, ഈ താഴത്തെ സാധനം ഇൻവിസിബിൾ അല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ എസിൻ്റെ നേരെ മുകളിലായിരിക്കും ഈ കാണുന്നൊരു മെസ്സേജ് കാണുക, ഫോർ എ ഫ്രീ പ്രൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് കാണുമ്പോൾ തന്നെ നോർമലി യൂസേഴ്സ് പോയിട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവർ ക്ലിക്ക് ചെയ്യുന്ന ശരിക്കും ഇതൊരു ബട്ടൺ ആവില്ല, സിംപ്ലി ഒരു ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ ഇൻവിസിബിളായിട്ട് ഈ എസ് ഉണ്ട്. അപ്പോൾ മൗസ് ക്ലിക്ക് നടത്തുമ്പോൾ ആക്ച്വലി യെസ് ആണ് സെലക്റ്റഡ് ആവണം. അപ്പോൾ ഈ ഒരു ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്കറിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൺഫർമേഷൻ ബോക്സ് വരിക എന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർ എ ഫ്രീ പ്ലേസ് ക്ലിക്ക് ഹിയർ ഇങ്ങനെയുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമേജുകൾ ഈ യെസിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നോർമലി യൂസേഴ്സ് ഇതാണെന്ന് കരുതി ക്ലിക്ക് ചെയ്യുന്നത് യെസിലായിരിക്കും. അപ്പോൾ ഈ ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്ക് സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാക്കറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂസ് ആൻഡ് ലോഡ് എ പേജ് വിത്ത് എ കൺഫർമേഷൻ ബോക്സ് ദാറ്റ് കമൻസ് ദ യൂസർ ടു ആൻ ആക്ഷൻ വിത്ത് വൺ ഓർ എ സ്മോൾ നമ്പർ ഓഫ് മൗസ് ക്ലിക്സ്. ഇപ്പോൾ ഇതുപോലെ ഡു യു വാണ്ട് ടു പെർഫോം ദിസ് ഡേഞ്ചറസ് ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള കൺഫർമേഷൻ ബോക്സുകൾ യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് യെസ് ഓർ നോ അല്ല ഓപ്ഷൻസ് വെച്ചിട്ടായിരിക്കണം നോർമലി കൊടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല ചേഞ്ച് ദി ഇമേജ് കളറിംഗ് ടു ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക. Then third option is move the image to any position on the screen. അപ്പോൾ ഈ ഇമേജിനെ പൊസിഷൻ നമ്മുടെ സ്ക്രീനിൽ അങ്ങോട്ടേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക.
ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ എസിൻ്റെ മുകളിൽ ഒരു അനദർ ഇമേജ് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. അപ്പോൾ ഈ മലീഷ്യസ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും അവിടെ പേസ്റ്റ് ചെയ്യുന്നത്. മലീഷ്യസ് ഇമേജ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇനി ഈ യൂസറിനെ കൊണ്ട് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടിയാണ് ഈ ബിനിയൻ ഇമേജ് ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ് ദ വിക്ടിം ടു ക്ലിക്ക് വാട്ട് സീംസ് ടു ബി എ ബട്ടൺ ഓൺ ദ ബിനിയൻ ഇമേജ്. ഇനി മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കുക, പിന്നെ ആ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുക. ഇത് രണ്ടും നമുക്ക് പോസിബിൾ ആക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐ ഫ്രെയിം യൂസ് ചെയ്യാം. അപ്പോൾ ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, നമ്മളുടെ പേജിൻ്റെ എല്ലാ പോർഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് പേജ് എല്ലാം നമുക്ക് അതിൽ പ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ കണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനും ലെയർ ചെയ്യിക്കാനും ഒക്കെ നമുക്ക് ഐ ഫ്രെയിം ഉപയോഗിച്ച് പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചായിരിക്കും ഈ ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്സിനെ നടത്തുക. നെക്സ്റ്റ് ഈസ് ഡ്രൈവ് ബൈ ഡൗൺലോഡ്. അപ്പോൾ ക്ലിക്ക് ജാക്കിംഗ് അറ്റാക്കിനെ പോലെ തന്നെ വളരെ സിമിലർ ആണ്. അപ്പോൾ ഇവിടെയും ഈ ഡ്രൈവ് ബൈ ഡൗൺലോഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കോഡ് ഡൗൺലോഡായി ഇൻസ്റ്റാളായി എക്സിക്യൂട്ട് ആവുന്നു കമ്പ്യൂട്ടർ. അപ്പോൾ യൂസറിൻ്റെ പെർമിഷനോട് കൂടി അല്ലായിരിക്കും, അതുപോലെ തന്നെ യൂസർ അറിയാണ്ടുമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ സെനാരിയോ പറഞ്ഞേക്കുന്നത് ഏപ്രിൽ 2011 നടന്ന ഒരു അറ്റാക്കാണ് ഡ്രൈവ് ബൈ ഡൗൺലോഡ്. യു എസ് പോസ്റ്റൽ സർവീസിൻ്റെ വെബ് പേജാണ് അവിടെ കോംപ്രമൈസ്ഡ് ആയത്. അപ്പോൾ ആ പോസ്റ്റൽ സർവീസിൻ്റെ വെബ്സൈറ്റിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസറിനെ റീഡയറക്റ്റ് ചെയ്ത് റഷ്യയിലുള്ള വേറെ വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ചെയ്ത് എത്തിച്ചത്. ഇനി അവിടെ കാണുന്നത് നമ്മൾ എപ്പോഴും കാണാനുള്ള ഒരു പേജാണ്, എറർ 404 പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള രീതിയിൽ മെസ്സേജ് കാണിക്കുക. അപ്പോൾ ഈ പേജ് അവിടെ എത്തിയെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ ആ റഷ്യൻ സൈറ്റ് മലേഷ്യസ് ആയിട്ടുള്ള കോഡ് യൂസറിൻ്റെ ബ്രൗസറിൽ യൂസറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈപ്പ് എന്താണോ അതിനനുസരിച്ച് ആ യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഡൗൺലോഡിങ് അല്ലെങ്കിൽ ഇൻസ്റ്റാളിങ് കോഡ് യൂസർ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, അല്ലാണ്ടുള്ള യൂസർ പെർമിഷൻ കൊടുക്കാതെ തന്നെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ് സർവീസിന് എക്സാമ്പിൾ കേസിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു വെബ് പേജിൽ ആയിട്ട് റൺ ചെയ്യുന്നു. മാത്രമല്ല നെക്സ്റ്റ് ഫ്യൂച്ചർ ഡൗൺലോഡ്സ് വരുമ്പോഴത്തേക്കും യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ഡൗൺലോഡ് അക്സെപ്റ്റഡ് ആയി പോകുന്ന രീതിയിലാക്കി മാറ്റിയാണ് ആ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ മെഷീൻ വളറബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് അഗൻസ്റ്റ് മാലീഷ്യസ് വെബ് പേജസ്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോൾ യൂസ് ചെയ്യും. അപ്പോൾ മലീഷ്യസ് ആയിട്ടുള്ള കണ്ടൻസ് ഡൗൺലോഡായി എക്സിക്യൂട്ട് ആവുന്നത് തടയുക എന്നുള്ളതാണ്, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യൂസേഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്യാൻ, പുതിയ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ ഉള്ള എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ. അതുകൂടാണ്ട് യൂസറിന് നോളജ് അല്ലെങ്കിൽ കൺസെൻ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ ബ്രൗസേഴ്സ് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യലും ചെയ്യാം. ഈ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രം പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതും നമുക്ക് യൂണിവേഴ്സലായിട്ട് പറയാൻ പറ്റില്ല. ചില യൂസേഴ്സ് ആണെങ്കിൽ എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് മോഡിലായിരിക്കും റൺ ചെയ്യുക. ഇനി അല്ല, അപ്പോൾ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് സെപ്പറേറ്റ് പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കോഡ് ആഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പോപ്പപ്സ് വരുമ്പോഴത്തേക്ക് അത് എപ്പോഴും അനോയിങ്ങായിട്ട് തോന്നുകയാണെങ്കിൽ യൂസേഴ്സ് ചിലപ്പം എപ്പോഴും അലോ ഇട്ട് കൊടുത്തുവിടും. എന്ന് പറഞ്ഞാൽ പെർമിഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കോഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾഡ് ആവാം. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ് കൊടുക്കുക, അല്ലെങ്കിൽ യൂസർ ട്രെയിനിങ് വിസിബിലിറ്റി ഇതെല്ലാം അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെബ് പേജിലെ കണ്ടൻറ്റ് ക്ലീൻ ആവുക, അല്ലെങ്കിൽ നല്ല ഗുഡ് കോഡാവുക, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഡാവുക. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെബ് പേജ് നമ്മൾ പല സോഴ്സുകളിൽ നിന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലൈബ്രറി, റീയൂസ്ഡ് മൊഡ്യൂൾസ്, തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സ്, ഒറിജിനൽ പ്രോഗ്രാമിംഗ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി വെബ്സൈറ്റ് ഓണേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കും. മെയിൻ്റനൻസ് ആയിരിക്കില്ല അവരുടെ ടാർഗറ്റ്. അപ്പോൾ അവർ ജസ്റ്റ് കോഡ് സൈറ്റിൽ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി നടന്ന് നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് മൂവ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുഡ് അല്ലെങ്കിൽ സെക്യൂർ അല്ലെങ്കിൽ സേഫ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇറ്റ്സ് ഹാർഡ് ടു ഡിഫൈൻ ആൻഡ് എൻഫോഴ്സ്. അപ്പോൾ യൂസർ പ്രോപ്പറായിട്ട് വിജിലൻ്റ് ആയിരിക്കുക, ഡൗൺലോഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് ചെയ്യുക, അതുപോലെ കെയർഫുൾ ആയിട്ടുള്ള ആക്സസ് കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്യുക. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മലീഷ്യസ് കോഡ് വരുന്നത് ഒരു പരിധിവരെ തടയാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് ഓൾ ഓഫ് വെബ് അറ്റാക്സ് ടാർഗറ്റിംഗ് യൂസേഴ്സ്. താങ്ക് യു.